എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലേഖ. ഞാനിന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുലാബ് ജാമുനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്വീറ്റാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എളുപ്പത്തിലാണ് ഞാൻ ഇവിടെ വീഡിയോ കാണിക്കുന്നത്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ പാർലേജ് ബിസ്ക്കറ്റ് തന്നെ എടുത്തിരിക്കുന്നത്. അതൊരു 10 രൂപയുടെ പാക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ നമുക്ക് ഇത്രയ്ക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഈ ബിസ്ക്കറ്റ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പീസാക്കിയിട്ട് പൊട്ടിച്ചിട്ട് നന്നായിട്ട് നല്ല നൈസായിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു തരി പോലും ഇല്ലാണ്ട് അത്രയും നല്ല നൈസായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഇതിനൊപ്പം നമ്മൾ 2 ഏലക്കായയുടെ തരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെയാണ് നമുക്ക് പൊടി കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി. എൻ്റെ ഇത് നന്നായിട്ട് പൊടിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അരിക്കാൻ നിൽക്കുന്നില്ല. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര, അതായത് എൻ്റെ ഈ കപ്പളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ നമുക്ക് 2 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചിടാം. അപ്പോൾ ഇവിടെ പഞ്ചസാര സിറപ്പ് റെഡി ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇനി നമ്മുടെ പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് പൊടിയിൽ എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതിയാവും ഇത്. അപ്പോൾ ഞാൻ ഈ പരുവത്തിലായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഓരോ ചെറിയ ബോൾസാക്കി മാറ്റാം. ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ നിന്ന് നമുക്കൊരു 13 ബോൾസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ടൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ മീഡിയം ഫ്ലെയിം ആക്കി വയ്ക്കണം. എപ്പോഴും വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ തന്നെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബിസ്ക്കറ്റ് ബോൾസും നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളത് കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റിയാണിത്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇനി ഞാനിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഒരു ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഞാനിത് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു അരമണിക്കൂറോളം ഇത് സിറപ്പിലിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ ഇതിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറോളം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബിസ്ക്കറ്റ് കൊണ്ടുള്ളതാണ് നമുക്ക് കഴിക്കുമ്പോൾ തോന്നിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.